നമസ്കാരം. പ്രധാന വാർത്തകൾ. ഒറ്റപ്പാലത്ത് സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ സമരത്തിൽ വലഞ്ഞ ജനം. പ്രതിഷേധം. യാർഡിന് അഭിമുഖമായി നിർത്തിയിരുന്ന ബസ്സുകൾ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന് അഭിമുഖമായി പാർക്ക് ചെയ്യണമെന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ തീരുമാനത്തിനെതിരെ പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ട്രാഫിക് കമ്മിറ്റിയുടെ തീരുമാനത്തിൽ നിന്ന് പിറകോട്ട് പോകില്ലെന്ന് നഗരസഭാ ചെയർപേഴ്സൺ. മിന്നൽ പണിമുടക്കുമായി ബന്ധപ്പെട്ട് ബസ് ഉടമകൾക്ക് മോട്ടോർ വാഹന വകുപ്പിന്റെ കാരണം കാണിക്കൽ നോട്ടീസ്. പട്ടാമ്പി പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ കർഷക ശാസ്ത്രജ്ഞ മുഖാമുഖം പരിപാടി. കാർഷിക മേഖലയിലെ പ്രതിസന്ധി മറികടക്കാൻ ഒറ്റക്കെട്ടായി മുന്നേറണമെന്ന് RARS മേധാവി ഡോക്ടർ പി രാജി. കൃഷി വിജ്ഞാന കേന്ദ്രം ഗോൾഡൻ ജൂബിലി ആഘോഷത്തിന്റെ ദീപശിഖാ പ്രയാണത്തിന് പട്ടാമ്പിയിൽ സ്വീകരണം. കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ മലമ്പുഴയിൽ റോഡുകളുടെ തകർച്ച സഞ്ചാരികളുടെ ജീവന് ഭീഷണിയാകുന്നു. സ്നേക് പാർക്കിന് സമീപം വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ വെട്ടിപ്പൊളിച്ച പാത പൂർവ്വസ്ഥിതിയിലാക്കിയില്ല. പ്രതിഷേധവുമായി കോൺഗ്രസ്. റോഡിൽ വാഴ നട്ടും ശയനപ്രദക്ഷിണം നടത്തിയും പ്രവർത്തകരുടെ പ്രതിഷേധം. കോട്ടായിയിൽ അപകട ഭീഷണിയായി പാതയിലെ വൻ ഗർത്തം. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ഉജ്ജ്വലമായ ഓർമ്മകൾക്ക് മുന്നിൽ രാജ്യത്തിന്റെ ഹൃദയാഞ്ജലി. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ 60ാം ചരമവാർഷികം ആചരിച്ചു. NCP നേതൃത്വത്തിൽ പാലക്കാട്ട് അനുസ്മരണ യോഗം. നെഹ്റുവിന്റെ ആശയങ്ങൾക്ക് ആധുനിക ഇന്ത്യയിൽ പ്രസക്തി വർദ്ധിച്ചിരിക്കുകയാണെന്ന് NCP ജില്ലാ പ്രസിഡന്റ് A. രാമസ്വാമി. ഇരിങ്ങാലക്കുട മാപ്രാണത്ത് പള്ളിയിൽ നിന്ന് മടങ്ങും വഴി നിർത്തിയിട്ടിരുന്ന ടോറസ് ലോറിക്ക് പിറകിൽ സ്കൂട്ടറിടിച്ച് ഗൃഹനാഥൻ മരിച്ചു. അപകടത്തിൽ 2 കുട്ടികൾക്ക് പരിക്ക്. പയ്യന്നൂർ ചീരക്കുഴി ഡാമിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് പഴമ്പാലക്കോട് തെക്കുമുറി സ്വദേശി 32 വയസ്സുള്ള ഹസൻ. കുന്നംകുളം ചൂണ്ടൽ പന്നിശ്ശേരിയിൽ ക്വാറിയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. സാബിറയുടെ കുടുംബം ഇനി സ്നേഹവീടിന്റെ തണലിൽ. കേരള NGO യൂണിയൻ വാണിയംകുളം കോതിയൂരിൽ നിർമ്മിച്ച സ്നേഹവീടിന്റെ താക്കോൽ കുടുംബത്തിന് കൈമാറി. യൂണിയന്റെ പ്രവർത്തനം മാതൃകാപരമെന്ന P. മമ്മിക്കുട്ടി MLA. മംഗല ചെമ്മുകയിൽ മഴയിൽ തകർന്ന വീട്ടിൽ ഭീതിയോടെ ഒരു കുടുംബം. അധികൃതരുടെ കനിവ് കാത്ത് വയോധികയും 8ാം ക്ലാസ്സുകാരനായ കൊച്ചുമകനും. SSLC+2 ജേതാക്കൾക്ക് പ്രോത്സാഹനവുമായി അനുമോദന സദസ്സുകൾ. ദേശമംഗലത്ത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിജയികൾക്ക് അനുമോദനം. ഷൊർണൂരിൽ DYFI നായാടിക്കുന്ന് യൂണിറ്റിന്റെ വിജയോത്സവം. അനുമോദനത്തോടനുബന്ധിച്ച് തുടർ പഠന മാർഗനിർദ്ദേശവുമായി പ്രത്യേക ക്ലാസുകളും. മങ്കര മഞ്ഞക്കര വേല കമ്മിറ്റിയും SSLC+2 ജേതാക്കളെ അനുമോദിച്ചു. വാർത്തകൾ വിശദമായി. ഒറ്റപ്പാലത്ത് സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ സമരത്തിൽ വലഞ്ഞ ജനം. നഗരസഭാ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ നിർത്തിയിടുന്ന സംവിധാനത്തിൽ വരുത്തിയ മാറ്റത്തെ ചൊല്ലിയായിരുന്നു സമരം. മുന്നറിയിപ്പില്ലാതെ ബസ്സുകൾ സർവീസ് നിർത്തിയതോടെ യാത്രക്കാർ പെരുവഴിയിലായി. യാർഡിന് അഭിമുഖമായി നിർത്തിയിരുന്ന ബസ്സുകൾ തിരിച്ച് കെട്ടിടത്തിന് അഭിമുഖമായി പാർക്ക് ചെയ്യണമെന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ തീരുമാനത്തെ ചൊല്ലിയായിരുന്നു പ്രതിഷേധം. ഗുരുവായൂർ, പാലക്കാട്, തൃശൂർ, ഒറ്റപ്പാലം ഉൾപ്പെടെ ദീർഘദൂര ബസ്സുകളും ഹ്രസ്വദൂര ബസ്സുകളും സമരരംഗത്തെത്തി. ബസ്സുകൾ മുന്നറിയിപ്പ് കൂടാതെ സർവീസ് നിർത്തിയതോടെ യാത്രക്കാർ പെരുവഴിയിലായി. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ തീരുമാനം ഒരു കാരണവശാലും പിൻവലിക്കില്ലെന്നും ഇക്കാര്യത്തിൽ പിറകോട്ടു പോകില്ലെന്നും ബസ്സുകൾ സ്റ്റാൻഡ് കെട്ടിടത്തിന് അഭിമുഖമായി നിർത്തണമെന്നും നഗരസഭാ ചെയർപേഴ്സൺ K. ജാനകി ദേവി പറഞ്ഞു. പല നഗരസഭയുടെ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി തീരുമാനിച്ച തീരുമാനം തന്നെ നടപ്പിലാക്കും. ബസ്സുകൾ ആളുകൾക്ക് കയറുന്നതിനനുസരിച്ച് നിർത്തുകയും, അതായത് ഗ്രൗണ്ടിലേക്ക് തിരിച്ച് നിർത്താൻ പറ്റില്ല. ആളുകൾക്ക് അപകടങ്ങൾ ഇനിയുണ്ടാവും. ഒരു മരണം ഇവിടെ സംഭവിച്ചതാണ്. ഇനിയും അതിനെ അംഗീകരിക്കാൻ പറ്റില്ല. ബസ് ഇങ്ങോട്ട് തന്നെ തിരിച്ച് നിർത്തുകയും ആളെ കയറ്റി പോവുകയും ചെയ്യുക. സമരം അവസാനിപ്പിക്കുക. ഒരു പെട്ടെന്നൊരു സമരം കൊണ്ടുവന്നിട്ട് ആളുകളെ കൊണ്ടുവന്ന് ഇവിടെ ഇറക്കിയിട്ട് സമരം ചെയ്യാൻ ഇവിടെ കഴിയില്ല. ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഇവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണമെന്നും നഗരസഭാ കൗൺസിലർ C. സജിത്ത് ആവശ്യപ്പെട്ടു. ഇവിടെ എത്തുമ്പോൾ കാണാൻ സാധിച്ചത് ബസ്സുകൾ എടുക്കാതെ, ബസ്സുകൾ ഇതിന്റെ ഉള്ളിൽ കയറ്റാതെ സ്വകാര്യ ബസ് തൊഴിലാളികളും ബസ് ഓണേഴ്സ് അസോസിയേഷൻ അടക്കം ഇവിടെ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്കിവിടെ പറയാനുള്ളത്, ബസ് തൊഴിലാളികളും ബസ് ജീവനക്കാരും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നഗരസഭയുമായിട്ടും ഭരണാധികാരികളുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാവരുത് ഈ പറയുന്ന പ്രതിഷേധങ്ങൾ നടപ്പാക്കേണ്ടത്. സാധാരണ ഒരു പണിമുടക്ക് നടത്തുന്ന സമയത്ത് അതിനൊരു നോട്ടീസ് കൊടുക്കണം. ഇതിന് കുറെ മാനദണ്ഡങ്ങളുണ്ട്. ഇതൊന്നും കൊടുക്കാതെ ഈ പൊതുജനങ്ങൾ രാവിലെ വീടുകളിൽ നിന്നും ആശുപത്രിയിലേക്കും അതുപോലെ അവരുടെ തൊഴിലിടങ്ങളിലേക്കും ഇറങ്ങിയ സമയത്ത് അവരെ ബുദ്ധിമുട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനൊരു നടപടി സ്വീകരിക്കുന്നത് ഒട്ടും ഉത്തമമല്ല എന്ന് തുറന്നു പറയുകയാണ്. ദൂരസ്ഥലങ്ങളിൽ നിന്നെത്തിയ ജനങ്ങളും മിന്നൽ സമരത്തെ അപലപിച്ചു. കുട്ടികളെ മക്കളായിട്ട് അവിടെ വന്ന് കിടക്കണത്. അവർ അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് അവർ പറയണം
യാത്രക്കാരെ വലയ്ക്കുന്ന ഇത്തരം നടപടികൾക്കെതിരെ മാതൃകാപരമായ ശിക്ഷാ നടപടി ഉണ്ടാകണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഒറ്റപ്പാലത്തെ മിന്നൽ പണിമുടക്കുമായി ബന്ധപ്പെട്ട മോട്ടോർ വാഹന വകുപ്പ് ബസ് ഉടമകൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. യാത്രക്കാരെ വഴിയിൽ ഇറക്കിവിട്ടതിനും നിലവിലെ പെർമിറ്റ് ലംഘിച്ചതിനുമാണ് നടപടിയെന്ന് MVDC മോഹനൻ പറഞ്ഞു. പെർമിറ്റ് വ്യവസ്ഥകൾ ലംഘിച്ചതിനും ആണ് നടപടിയെടുക്കുന്നത്. RTO ബോർഡിന് ഞങ്ങളുടെ റിപ്പോർട്ട് സമർപ്പിക്കും. ഈ ചലൻ അല്ലെങ്കിൽ കോമ്പൗണ്ട് ഫീ ഈടാക്കുന്നതിനായിട്ട് ഫൈൻ ഈടാക്കുന്നതിനായിട്ട് ഈ ചലൻ തയ്യാറാക്കിയിട്ടുണ്ട്. വൃത്തികെട്ട ബസ്സുകൾക്കെതിരെ അതുപോലെ ഡ്രൈവർമാർക്കെതിരെ കണ്ടക്ടർക്കെതിരെ നടപടിയായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം. പട്ടാമ്പി പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ കർഷക ശാസ്ത്രജ്ഞ മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചു. കാർഷിക മേഖലയിലെ പ്രതിസന്ധി മറികടക്കാൻ ഒറ്റക്കെട്ടായി മുന്നേറണമെന്ന് മുഖാമുഖം ഉദ്ഘാടനം ചെയ്ത RARS മേധാവി ഡോക്ടർ P. രാജി പറഞ്ഞു. കാർഷിക മേഖലയിലെ പല പ്രതിസന്ധികളെക്കുറിച്ചും മുഖാമുഖം ചർച്ച ചെയ്തു. കൃഷി പരിപാലന രീതിയും വിത്തുകളുടെ പ്രദർശനവും ഉണ്ടായിരുന്നു. മധ്യമേഖലാ പ്രാദേശിക വിജ്ഞാപന കേന്ദ്രം പട്ടാമ്പിയും വിജ്ഞാന വ്യാപന ഡയറക്ടറേറ്റ് മണ്ണുത്തിയും സംയുക്തമായാണ് പട്ടാമ്പി RARSൽ കാർഷിക ശാസ്ത്രജ്ഞ മുഖാമുഖ പരിപാടി സംഘടിപ്പിച്ചത്. RARS മേധാവി ഡോക്ടർ P. രാജി പരിപാടി ഉദ്ഘാടനം ചെയ്തു. പല രീതിയിലുള്ള പ്രതിസന്ധികളാണ് കാർഷിക മേഖലയിൽ ഇന്നുള്ളത്. ഇതിനെ മറികടക്കേണ്ടത് അത്യാവശ്യമാണ്. ഓരോരുത്തരും പ്രയത്നിക്കണം. ഉദ്യോഗസ്ഥരും ശാസ്ത്രജ്ഞരും കർഷകരും ഒന്നിച്ചു നിന്നാൽ മാത്രമേ ഇത്തരം പ്രതിസന്ധിയെ മറികടക്കാൻ സാധിക്കൂവെന്നും ഡോക്ടർ P. രാജി പറഞ്ഞു. മുൻപിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്. പ്രളയമായിട്ടും വരൾച്ചയായിട്ടും ഉയർന്ന താപനിലയായിട്ടും പല രീതിയിലാണ് നമ്മുടെ മുൻപിൽ പല പ്രശ്നങ്ങളും തീരെ അപ്രതീക്ഷിതമായി ഇരിക്കുമ്പോൾ വന്നു ചേരുന്നത്. ഈ പ്രതിസന്ധികളെയെല്ലാം നമുക്ക് മറികടന്നേ മതിയാവും. കാരണം നമുക്ക് കൃഷി എങ്ങനെയാണെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയും ഉത്തരവാദിത്വവുമാണ്. ഈ ഒരു കാര്യത്തിനായി നമ്മൾ കാർഷിക സർവകലാശാലയും കൃഷി വകുപ്പും മറ്റ് വിജ്ഞാന വ്യാപന വകുപ്പുകളും കർഷകരും നമ്മൾ ഒന്നിച്ചു നിന്നാൽ തീർച്ചയായും ഇതിനെയൊക്കെ നമുക്ക് നേരിടാനും മറികടക്കാനും സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ചാലക്കുടി ARS മേധാവി ഡോക്ടർ A. ലത ചടങ്ങിൽ അധ്യക്ഷയായി. ഡോക്ടർ KV. സുമിയ, ഷീന, മുരളി, ശ്രീലേഖ, വിമി ലൂയിസ്, ഡോക്ടർ ജലജ S. മേനോൻ, ഡോക്ടർ S. പ്രമീള, മൊയ്തീൻകുട്ടി, ഡോക്ടർ P. തുളസി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കർഷകരുമായി മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചു. കർഷകരുടെ ചോദ്യങ്ങൾക്ക് ഉദ്യോഗസ്ഥർ മറുപടി നൽകി. നിലവിലെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ ചർച്ച ചെയ്തു. നെല്ല്, വാഴ, പച്ചക്കറി, പയറുവർഗ്ഗങ്ങൾ, കശുമാവ്, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവയുടെ കൃഷി പരിപാലന രീതിയും വിത്തുകളുടെ പ്രദർശനവും പരിപാടിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ആശയങ്ങൾക്ക് ഇന്ന് പ്രസക്തി വർദ്ധിച്ചിരിക്കുകയാണെന്ന് NCP പാലക്കാട് ജില്ലാ പ്രസിഡന്റ് A. രാമസ്വാമി. ഇന്ത്യയെ കണ്ടെത്തിയ നെഹ്റുവിന്റെ കാഴ്ചപ്പാടുകളാണ് രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിച്ചതെന്നും A. രാമസ്വാമി ചൂണ്ടിക്കാട്ടി. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 60ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് പാലക്കാട്ട് NCP സംഘടിപ്പിച്ച അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു A. രാമസ്വാമി. ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് മൂല്യങ്ങളിൽ ഊന്നി ആധുനിക ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിൽ മഹത്തായ സംഭാവനകൾ നൽകുകയും ചേരിചേരാ നയം ആവിഷ്കരിച്ച് 3ാം ലോകരാജ്യങ്ങളുടെ നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്ത നെഹ്റുവിൻ്റെ ആശയങ്ങൾ ഇന്ന് ഏറെ പ്രസക്തമാണെന്ന് A. രാമസ്വാമി ചൂണ്ടിക്കാട്ടി. മതനിരപേക്ഷ ഇന്ത്യ രാജ്യത്ത് അതുപോലെ തന്നെ ലോകത്തിൽ നമുക്ക് ശാക്തീയ ചേരുകൾ അമേരിക്കൻ ചേരിയും റഷ്യൻ ചേരികളായിട്ട് ശാക്തീയ ചേരികളായിട്ട് മാറി നിൽക്കുന്ന കാലഘട്ടമുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യക്ക് അതല്ല, ഈ 2 ചേരിയിലേക്ക് നമ്മളില്ല. നമ്മുടെ 3ാം ചേരിയായി ചേരിചേരാ നയം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ചേരിചേരാ രാഷ്ട്രങ്ങളുടെ നിലനിൽക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ അന്ന് ജവഹർലാൽ നെഹ്റു. കാരണം നെഹ്റുവിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, മഹാത്മാഗാന്ധി വലിയ അധികാര സ്ഥാനത്തേക്ക് വന്നില്ല. പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ആരെ എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഗാന്ധിജിക്ക് മറ്റൊരു അഭിപ്രായം ഉണ്ടായില്ല. അനുസ്മരണ യോഗത്തിൽ NCP ജില്ലാ വൈസ് പ്രസിഡന്റ് മോഹൻ ഐസക് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ ഓട്ടൂർ ഉണ്ണികൃഷ്ണൻ, ഷെനിൻ മന്ദിരാട്, MN സൈഫുദ്ദീൻ, KS രാജഗോപാൽ, പൊന്നിൽ വേണു, R ബാലസുബ്രഹ്മണ്യൻ, SJN നജീബ്, അഡ്വക്കേറ്റ് KG രാജി, കബീർ വെണ്ണക്കര, MR മണികണ്ഠൻ എന്നിവർ പ്രസംഗിച്ചു. യോഗത്തിനു മുമ്പ് നെഹ്റുവിൻ്റെ ഛായാചിത്രത്തിനു മുന്നിൽ പുഷ്പാർച്ചന നടത്തി.
ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഡെസ്കിൽ നിന്നും മറ്റൊരു വാർത്ത. ചാലിശ്ശേരിയിൽ 9 വയസ്സുകാരിയെ മാതാവിന്റെ അറിവോടെ ലൈംഗികാതിക്രമം നടത്തിയ രണ്ടാനച്ഛന് 80 വർഷം കഠിന തടവും മാതാവിന് 3 വർഷം തടവ് ശിക്ഷയും വിധിച്ച് പട്ടാമ്പി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോർട്ട് ജഡ്ജ് രാമു രമേശ് ചന്ദ്രബാനു. പിഴസംഖ്യ ഇരക്കി നൽകാനും വിധിയായി. 9 വയസ്സുള്ള പെൺകുട്ടിയെ താമസിക്കുന്ന വീട്ടിൽ വെച്ച് അമ്മയുടെ അറിവോടെ പ്രതിയായ രണ്ടാനച്ഛൻ ഗുരുതര ലൈംഗികാതിക്രമം നടത്തുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത കേസിൽ രണ്ടാനച്ഛനായ പെരുമ്പിലാവ് ആൽത്തറ എസ്റ്റേറ്റ് പടി സ്വദേശി വേലുസ്വാമിയുടെ മകൻ 45-കാരൻ കുലശേഖരൻ, അതിജീവിതയുടെ അമ്മ സരിത എന്നിവർക്കാണ് ശിക്ഷ വിധിച്ചത്. കുലശേഖരന് 80 വർഷം കഠിന തടവിന് പുറമെ 2 ലക്ഷം രൂപ പിഴയും സരിതയ്ക്ക് 3 വർഷം കഠിന തടവിന് പുറമെ 1 ലക്ഷം രൂപ പിഴയും അടയ്ക്കണം. ചാലിശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചത് സർക്കിൾ ഇൻസ്പെക്ടർ സതീഷ് കുമാറാണ്. 17 സാക്ഷികളെ വിസ്തരിച്ച് 23 രേഖകൾ ഹാജരാക്കിയ കേസിൽ പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് നിഷ വിജയകുമാർ ഹാജരായി. പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ മഹേശ്വരി പ്രോസിക്യൂഷനെ സഹായിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ ദീപശിഖ പ്രയാണത്തിന് പട്ടാമ്പിയിലും സ്വീകരണം നൽകി. തൃശൂർ KVK മേധാവി ഡോക്ടർ മേരി റിജിനയുടെ കയ്യിൽ നിന്നും പാലക്കാട് KVK മേധാവി ഡോക്ടർ സുമിയ ദീപശിഖ ഏറ്റുവാങ്ങി. ഇന്ന് രാജ്യം മുഴുവൻ പടർന്നു നിൽക്കുന്ന ഒരു ബൃഹത് ശൃംഖലയാണ് കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ. ഇന്ന് KVK 50 വർഷത്തിൻ്റെ നിറവിലാണ്. ഇതിൻ്റെ ഭാഗമായാണ് ദീപശിഖ പ്രയാണം സംഘടിപ്പിച്ചത്. വിവിധ ജില്ലകളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം തൃശ്ശൂരിൽ നിന്നെത്തിയ ദീപശിഖ പ്രയാണത്തിനാണ് പട്ടാമ്പി KVKയിലും സ്വീകരണം ലഭിച്ചത്. തൃശ്ശൂർ KVK മേധാവി ഡോക്ടർ മേരി റെജിനയുടെ കയ്യിൽ നിന്നും പാലക്കാട് KVK മേധാവി ഡോക്ടർ സുമിയ ദീപശിഖ ഏറ്റുവാങ്ങി. ഡോക്ടർ P രാജു ഉൾപ്പെടെയുള്ള നിരവധി കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ സംബന്ധിച്ചു. KVK ഏർപ്പെടുത്തിയ വിവിധ ഉപഹാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഇരിങ്ങാലക്കുട മാപ്രാണത്ത് പള്ളിയിൽ നിന്നും മടങ്ങും വഴി നിർത്തിയിട്ടിരുന്ന ടോറസ് ലോറിക്ക് പിറകിൽ സ്കൂട്ടർ ഇടിച്ച് ഗൃഹനാഥൻ മരിച്ചു. മാപ്രാണത്തെ സ്വകാര്യ ആശുപത്രിക്ക് സമീപം ഞായറാഴ്ച അർദ്ധരാത്രിയായിരുന്നു അപകടം. മാപ്രാണം സ്വദേശി കുറ്റിക്കാടൻ വീട്ടിൽ 43 വയസ്സുള്ള ഷൈജു ആണ് മരിച്ചത്. ഇടവക ദിനാചരണത്തിന്റെ ഭാഗമായി മാപ്രാണം പള്ളിയിലെ പരിപാടികൾ കഴിഞ്ഞ ഭാര്യയെയും കുട്ടിയെയും സ്കൂട്ടറിൽ വീട്ടിലാക്കിയ ശേഷം മറ്റ് 2 കുട്ടികളെയും കൊണ്ട് വീട്ടിലേക്ക് വരുന്നതിനിടെയായിരുന്നു അപകടം. റോഡരികിൽ നിർത്തിയിട്ട ടോറസ് ലോറിക്ക് പിറകിൽ സ്കൂട്ടർ ഇടിച്ചു കയറുകയായിരുന്നു. അപകട സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു. അപകടത്തിൽ ഷൈജു മരണപ്പെടുകയും കുട്ടികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ എഡ്വിൻ എന്ന കുട്ടിയെ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഏതാനും ദിവസങ്ങളായി റോഡരികിൽ കേടായതിനെ തുടർന്ന് നിർത്തിയിട്ടിരുന്ന ലോറിക്ക് അപകട സൂചനകൾ നൽകുന്ന റിഫ്ലക്ടറുകൾ സ്ഥാപിച്ചിരുന്നില്ല. ഇത് അപകട കാരണമായെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. മരിച്ച ഷൈജുവിൻ്റെ സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 11 മണിക്ക് മാപ്രാണം ഹോളി ക്രോസ് ദേവാലയ സെമിത്തേരിയിൽ നടക്കും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പഴയന്നൂർ ചീരക്കുഴി ഡാമിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. തരൂർ പഴമ്പാലക്കോട് തെക്കുമുറി സ്വദേശി 32 വയസ്സുള്ള ഹസന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഡാമിൽ മീൻ പിടിക്കാൻ പോയവരാണ് മൃതദേഹം വെള്ളത്തിൽ പൊന്തിക്കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. തരൂർ പഴമ്പാലക്കോട് തെക്കുമുറി സ്വദേശി 32 വയസ്സുള്ള ഹസനാണ് മരിച്ചത്. മൃതദേഹം കണ്ട പ്രദേശവാസികൾ ഉടൻ തന്നെ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. പഴയന്നൂർ പോലീസും ജനപ്രതിനിധികളും സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം സംബന്ധിച്ച് വ്യക്തത വരുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മലമ്പുഴയിൽ റോഡിൽ വാഴ നട്ടും ശയനപ്രദക്ഷിണം നടത്തിയും കോൺഗ്രസിന്റെ പ്രതിഷേധം. പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ വാട്ടർ അതോറിറ്റി വെട്ടിപ്പൊളിച്ച പാത പൂർവ്വസ്ഥിതിയിലാക്കാൻ നടപടിയുണ്ടാകാത്തതിനെതിരെയാണ് കോൺഗ്രസ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ മലമ്പുഴയിലെ പാമ്പു വളർത്തൽ കേന്ദ്രത്തിനു മുന്നിൽ വാട്ടർ അതോറിറ്റി പൈപ്പിടാൻ കുഴിച്ച ചാൽ മൂടി റോഡ് ടാർ ചെയ്യാത്തതിനെതിരെയാണ് കോൺഗ്രസ് മലമ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡിൽ വാഴ നട്ടും ശയനപ്രദക്ഷിണം നടത്തിയും പ്രതിഷേധിച്ചത്. മലമ്പുഴ കാർ പാർക്കിൽ നിന്ന് വാഴയിൽ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ചിത്രമൊട്ടിച്ച് മുദ്രാവാക്യം മുഴക്കിയാണ് കോൺഗ്രസ് പ്രവർത്തകർ പാമ്പു വളർത്തൽ കേന്ദ്രത്തിനു മുന്നിലെത്തിയത്. തുടർന്ന് ചാലിൽ വാഴ നട്ടു. 4 വർഷത്തോളമായി ഈ റോഡിന്റെ അവസ്ഥ ഇതേപോലെ കിടക്കും. ദിനം പ്രതി ഇരുചക്ര വാഹനങ്ങൾ ഈ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെടുന്നു. ഇങ്ങോട്ട് പോലും അധികാരികളുടെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ചെയ്തിട്ടില്ല.
രാവിലെ ഇരുചക്ര വാഹനത്തിൽ നിന്ന് വീണ ഒരു സ്ത്രീക്ക് പരിക്കേറ്റിരുന്നു. റോഡിന്റെ ശോച്യാവസ്ഥ അധികൃതരെ പലതവണ അറിയിച്ചിട്ടും നടപടിയുണ്ടായില്ലെന്ന് കോൺഗ്രസ് നേതാക്കളും പ്രദേശവാസികളും പറഞ്ഞു. റോഡ് കുളമായതോടെ അപകടങ്ങൾ നിത്യസംഭവമാണ്. മലമ്പുഴ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എ ഷിജു, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വിനോദ് ചെറാട്, MC സജീവൻ, S ഹേമലത, P ലീല, KK വേലായുധൻ, P ശിവദാസൻ, നാച്ചിമുത്തു, വിദ്യാധരൻ, ജോഷി, സുരേന്ദ്രൻ, വിജയൻ, രമേഷ്, മുഹമ്മദ് അലി, CJ ജോർജ് എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോട്ടായിയിൽ അപകട ഭീഷണി ഉയർത്തി റോഡിന് മധ്യേ രൂപപ്പെട്ട ഗർത്തം. ശുദ്ധജല വിതരണ പൈപ്പ് പൊട്ടിയതിന്റെ കേടുപാടുകൾ പരിഹരിക്കപ്പെടുന്നതിനായി പ്രധാന റോഡിന് മധ്യേ വെട്ടിപ്പൊളിച്ചതാണ് വലിയ ഗർത്തമായി രൂപപ്പെട്ടത്. കോട്ടായി സെൻട്രൽ പൂടൂർ റോഡിലാണ് റോഡിന് നടുവിൽ വലിയ കുഴികൾ അപകട സാധ്യതയായി നിൽക്കുന്നത്. 3 അടിയോളം നീളമുള്ള കുഴി തൊട്ടു മുന്നിലെത്തിയാൽ മാത്രമേ വാഹനയാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെടുകയുള്ളൂ. കുഴിയിൽപ്പെടാതിരിക്കാൻ പെട്ടെന്ന് ബ്രേക്ക് ഇടുന്നതും വാഹനങ്ങൾ മറിയുന്നതും യാത്രക്കാർക്ക് പരിക്കേൽക്കുന്നതും ഇവിടത്തെ പതിവ് കാഴ്ചയാണ്. പ്രധാന പാതയ്ക്ക് നടുവിലെ അപകടക്കുഴികൾ ഉടൻ അടച്ച് യാത്രക്കാരുടെ ആശങ്ക ഒഴിവാക്കണമെന്നതാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം. ന്യൂസ് ബ്യൂറോ, കോട്ടായി. തൃശൂർ പെരിങ്ങാവിലെ പെറ്റ് ഷോപ്പിൽ കവർച്ച. സംഭവത്തിൽ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. പൂമല സ്വദേശി നിതീഷിന്റെ ഉടമസ്ഥതയിലുള്ള തൃശൂർ പെരിങ്ങാവിലെ വളർത്തുമൃഗങ്ങളെ വിൽപ്പന നടത്തുന്ന കടയിലാണ് മോഷണം നടന്നത്. പുലർച്ചെ 2:30യോടെയായിരുന്നു കവർച്ച. സ്ഥാപനത്തിൻ്റെ ഗ്രിൽ പൊളിച്ചാണ് മോഷ്ടാവ് അകത്ത് കയറിയത്. 70,000 രൂപയോളം വില വരുന്ന പട്ടിക്കുട്ടികളെയും പൂച്ചക്കുട്ടികളെയും നഷ്ടപ്പെട്ടതായി സ്ഥാപന ഉടമ നിതീഷ് പറഞ്ഞു. സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചെറുതുരുത്തി കേരള കലാമണ്ഡലത്തിൽ 5 ദിവസം നീണ്ടു നിൽക്കുന്ന മോഹിനിയാട്ടം കളരിക്ക് തുടക്കമായി. പ്രശസ്ത മോഹിനിയാട്ടം നർത്തകി പത്മശ്രീ കലാമണ്ഡലം ക്ഷേമാവതിയുടെ നേതൃത്വത്തിലാണ് പരിശീലന കളരി നടക്കുന്നത്. കലാമണ്ഡലം ഭരണസമിതി അംഗം കൂടിയായ കലാമണ്ഡലം ക്ഷേമാവതി ആദ്യമായാണ് കലാമണ്ഡലത്തിനു വേണ്ടി പരിശീലന കളരി നടത്തുന്നത് എന്നത് ഈ കളരിയുടെ മറ്റൊരു സവിശേഷതയാണ്. മോഹിനിയാട്ട കളരിയിൽ പങ്കെടുക്കാൻ സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുമായി 20ഓളം മുതിർന്ന മോഹിനിയാട്ടം നർത്തകികളും പങ്കെടുക്കുന്നുണ്ട്. രാവിലെ കൂത്തമ്പലത്തിൽ നടന്ന ചടങ്ങ് കലാമണ്ഡലത്തിലെ മുൻ പ്രിൻസിപ്പളായിരുന്ന കലാമണ്ഡലം MPS നമ്പൂതിരി കലാമണ്ഡലം ക്ഷേമാവതിക്ക് പട്ടിൽ പൊതിഞ്ഞ ചിലങ്കയും കോലും തളികയിൽ വെച്ച് നൽകി ഉദ്ഘാടനം ചെയ്തു. ചെയ്യേണ്ട വിഷയമാണ്. കാരണം എവിടെയാണ് ഓരോ കലാരൂപത്തിന് കോറെന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള അതിനെ വ്യതിരക്തമാക്കുന്ന, അതിനെ വ്യക്തമാക്കുന്ന രീതിയിലുള്ള അതിൻ്റെ ഏറ്റവും സൂക്ഷ്മ സ്വഭാവങ്ങൾ എന്തെല്ലാമാണെന്നുള്ളത് നിരീക്ഷിച്ച് അവനവൻ്റെ പ്രവൃത്തിയിൽ കൂടി സ്വാംശീകരിച്ച് അങ്ങനെ വന്ന് അതിനൊരു വ്യക്തിഗതമായിട്ടുള്ളൊരു ശൈലി രൂപപ്പെടുത്തുക. അതാണ് ക്ഷേമാവതി ടീച്ചർ ചെയ്തിട്ടുള്ളത്. കലാമണ്ഡലം ഡിപ്പാർട്ട്മെന്റ് രജിസ്ട്രാർ ജയചന്ദ്രൻ അധ്യക്ഷനായി. അക്കാദമിക് കോർഡിനേറ്റർ കലാമണ്ഡലം അച്യുതാനന്ദൻ, കേശവനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. മോഹിനിയാട്ടം വകുപ്പ് മേധാവി കലാമണ്ഡലം സംഗീത സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മോഹിനിയാട്ടം MA വിദ്യാർത്ഥി ദേവിക നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കുന്നംകുളം ചൂണ്ടൽ പന്നിശ്ശേരിയിൽ ക്വാറിയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കൂനമുച്ചി സ്വദേശി 23 വയസ്സുള്ള നവീൻ സേവിയറാണ് മരിച്ചത്. കുന്നംകുളം ഗുരുവായൂർ അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ സംയുക്തമായി നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഞായറാഴ്ച വൈകിട്ടാണ് യുവാവിനെ ക്വാറിയിൽ കാണാതായത്. പന്നിശ്ശേരിയിലെ ക്വാറിക്ക് സമീപത്ത് കൂട്ടുകാരുമൊത്ത് ഇരിക്കുകയായിരുന്ന നവീൻ നീന്താൻ വേണ്ടി ക്വാറിയിൽ ഇറങ്ങിയപ്പോഴാണ് മുങ്ങിപ്പോയത്. ഇതോടെ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് ക്വാറിയിലേക്ക് ചാടി നവീനെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും ശ്രമം വിഫലമായി. ഇതേ തുടർന്നാണ് അഗ്നിരക്ഷാസേനയെ വിവരമറിയിച്ചത്. കുന്നംകുളം ഗുരുവായൂർ അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി 4 മണിക്കൂറോളം തിരച്ചിൽ നടത്തിയാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ നഗരസഭയിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേതനം ലഭിച്ചിട്ട് മാസങ്ങളായെന്ന് പരാതി. ഇതുമായി ബന്ധപ്പെട്ട് INTUC ഷൊർണൂർ മണ്ഡലം കമ്മിറ്റി നഗരസഭാ സെക്രട്ടറി PS രാജേഷിന് നിവേദനം നൽകി. INTUC ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റ് വിനയകുമാർ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് നഗരസഭയിലെത്തിയാണ് സെക്രട്ടറിക്ക് നിവേദനം നൽകിയത്. വൈസ് പ്രസിഡന്റ് കാർത്തിയായനി, മണ്ഡലം സെക്രട്ടറി വിനോദ്, തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ പ്രസിഡന്റിനൊപ്പം ഉണ്ടായിരുന്നു.
2022 വർഷത്തെ 4 ബില്ലിൻ്റെ തുകയും 2023 വർഷത്തെ 4 ബില്ലിൻ്റെ തുകയും ഭാരതപ്പുഴ ശുചീകരണ യജ്ഞത്തിൻ്റെ ഭാഗമായുള്ള 48 തൊഴിൽ ദിനങ്ങളുടെ ബില്ലിൻ്റെ തുകയുമാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ലഭിക്കാനുള്ളത്. മുടങ്ങിക്കിടക്കുന്ന തുക ഉടൻ തന്നെ തൊഴിലാളികൾക്ക് നൽകണമെന്നും അല്ലാത്തപക്ഷം തൊഴിലാളികളെ അണിനിരത്തി INTUC ഷൊർണൂർ മണ്ഡലം കമ്മിറ്റി ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമെന്നും പ്രസിഡന്റ് വിനയകുമാർ പറഞ്ഞു. വളരെ നമുക്കറിയാം, ക്ഷേമ പെൻഷൻ പോലും കേരള സംസ്ഥാനത്ത് യഥാസമയം വിതരണം ചെയ്യാത്ത ഒരു അവസ്ഥയിൽ മരുന്നിന് പോലും മരുന്ന് പോലും മേടിക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെ ഈ പണിയെടുത്ത വേതനം, തൊഴിലുറപ്പിൻ്റെ ഈ വേതനം യഥാസമയം വിതരണം ചെയ്യാത്തതിനുള്ള ബുദ്ധിമുട്ട്, അതനുഭവിക്കുന്ന ഈ തൊഴിലാളികളുടെ ബുദ്ധിമുട്ട് വളരെ ദയനീയമാണ്. അപ്പോൾ ഈ അവസ്ഥ തൊട്ടറിഞ്ഞ ആളെന്ന നിലയിൽ INTUC ഷൊർണൂർ മണ്ഡലം കമ്മിറ്റി ഇതിൻ്റെ വിതരണം ഷൊർണൂർ നഗരസഭ യഥാസമയം ഫണ്ട് വരുന്ന മുറയ്ക്ക് വിതരണം ചെയ്യുന്നതിൽ അപാകതയോ എന്തെങ്കിലും ഉണ്ടാകുന്ന പക്ഷം ശക്തമായ സമര പരിപാടികളിലേക്ക് INTUC ഷൊർണൂർ മണ്ഡലം കമ്മിറ്റി കടക്കുകയാണ്. അതേസമയം ഫണ്ട് വരുന്ന മുറയ്ക്ക് മുഴുവൻ വാർഡുകളിലെയും തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നൽകാനുള്ള തുക നൽകുമെന്ന് നഗരസഭാ സെക്രട്ടറി PS രാജേഷ് അറിയിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേരള NGO യൂണിയൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി വാണിയംകുളം കോതയൂരിൽ നിർമ്മിച്ച സ്നേഹവീടിന്റെ താക്കോൽ കൈമാറി. P മമ്മിക്കുട്ടി MLA ആണ് ഗുണഭോക്താവായ സാബിറയുടെ കുടുംബത്തിന് വീടിന്റെ താക്കോൽ കൈമാറിയത്. യൂണിയന്റെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് MLA പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും സംഘടിതമായ സുശക്തമായ ജീവനക്കാരുടെ സംഘടനയായി നിലനിൽക്കുന്ന ആ സംഘടന കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ കണക്കിലെടുത്തുകൊണ്ട്, ആവശ്യകതകൾ പരിഗണിച്ചുകൊണ്ട് ഒരു പുതിയ മേഖല കണ്ടെത്തി ആ മേഖലയിലേക്കുള്ള ചുവടുവെപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഈ വീട് നിർമ്മാണം നടക്കുന്നത്. ആംബുലൻസിൻ്റെ കാര്യം പറഞ്ഞു, ആരോഗ്യരക്ഷാ പ്രവർത്തനത്തിൻ്റെ കാര്യം പറഞ്ഞു, പ്രളയം വന്നപ്പോഴും കോവിഡ് വന്നപ്പോഴും മഹാമാരി വന്നപ്പോഴും സമൂഹത്തിനുണ്ടാകുന്ന ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും തങ്ങളുടെ കൂടി പ്രശ്നമാണ് എന്ന് കണക്കാക്കി NGO യൂണിയൻ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് K മഹേഷ് അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി S കൃഷ്ണദാസ്, NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടറി R സാജൻ, ജില്ലാ സെക്രട്ടറി K സന്തോഷ് കുമാർ, വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ, CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി K ഭാസ്കരൻ, KSTA സംസ്ഥാന നിർവാഹക സമിതി അംഗം K പ്രഭാകരൻ, CPM വാണിയംകുളം ലോക്കൽ സെക്രട്ടറി TP ഭാസ്കരൻ, KP സുധീർ, പഞ്ചായത്ത് അംഗങ്ങളായ VK ജയശ്രീ, V സിന്ധു, KS മഞ്ജിമ, സുജിത് P രാജ്, NGO യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം C ശിവദാസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മഴയിൽ തകർന്ന വീടിനകത്ത് ഭീതിയോടെ രണ്ടംഗ കുടുംബം. മങ്കര ചെമ്മുകയിൽ 72കാരി മാധവിയും കൊച്ചുമകൻ 8ാം ക്ലാസ്സുകാരനായ ഭൂപതിയുമാണ് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ ഉൾഭാഗം തകർന്ന വീടിനകത്ത് നിരാശ്രയായി കഴിഞ്ഞുവരുന്നത്. മൺകട്ട കൊണ്ട് വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച വീടിന്റെ മേൽക്കൂര കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയാണ് തകർന്നു വീണത്. സംഭവസമയം ശബ്ദം കേട്ട് ഇരുവരും പുറത്തേക്കോടി രക്ഷപ്പെട്ടു. ഇതേ തുടർന്ന് താൽക്കാലികമായി പ്ലാസ്റ്റിക് കവർ കെട്ടിയാണ് അന്തിയുറങ്ങുന്നത്. ചെത്തിത്തേക്കാത്ത വീട് പല ഭാഗത്തും തകർച്ചയിലാണ്. ഏതു സമയവും വീട് നിലം പൊത്താവുന്ന അവസ്ഥയിലുമാണ്. പട്ടികജാതിയിൽപ്പെട്ട ഇവർ വീടിന് പോലും അപേക്ഷിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. എഴുതാൻ പോലും അറിയാത്ത വയോധികയ്ക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. ലൈഫ് പദ്ധതിയിൽ അപേക്ഷിച്ചിരുന്നെങ്കിൽ ഇവർക്ക് വീട് ലഭിക്കുമായിരുന്നു. പക്ഷേ അതുപോലും വയോധികയ്ക്ക് അറിയുമായിരുന്നില്ല. രാത്രിയിൽ ഇവർക്ക് അന്തിയുറങ്ങാൻ ഒരു ഇടം വേണം. സുമനസ്സുകൾ സഹായിച്ചാൽ തകർച്ചയിലായ പുരയിൽ തന്നെ അന്തിയുറങ്ങാൻ ഇവർക്ക് സാധിക്കും. അതെടുത്തിട്ടില്ല എന്ന് തന്നെ പറഞ്ഞു. അപ്പൊ പിന്നെ അച്ഛൻ പറഞ്ഞു അവര് മൊബൈലിൽ കൊടുക്കി, എന്നിട്ട് വീട് പാസ്സായി വരുവുള്ളൂ എന്ന് പറഞ്ഞു. എനിക്ക് മൊബൈലിൽ കൊടുക്കാനും മൊബൈൽ അറിയും കൊടുക്കില്ല. ഇതാണ് ഇപ്പോഴത്തെ കാര്യം. എനിക്കിപ്പോൾ എങ്ങനെയെങ്കിൽ മഴക്കാലം കഴിയുന്നവരെ എനിക്ക് ഇരിക്കണമെങ്കിൽ ഒരു സമുദായം വേണം. എൻ്റെ ഉള്ളിൽ കുട്ടിനെയും കൊണ്ട് ഞാൻ ഇരിക്കണ്ട. ഒരു ദിവസം 2 ദിവസമൊക്കെ അടുത്ത വീട്ടിൽ പോകുമായിരിക്കും. എപ്പോഴും പോകാൻ പറ്റുമോ നമുക്ക്? താൽക്കാലികമായെങ്കിലും വീട് നവീകരിച്ച് കിട്ടിയാൽ മഴക്കാലത്തെങ്കിലും ഈ വീടിനകത്ത് സമാധാനത്തോടെ അന്തിയുറങ്ങാനാകും. സുമനസ്സുകളുടെ സഹായം പ്രതീക്ഷിക്കുകയാണ് രണ്ടംഗ കുടുംബം. ഇതിനായി സുമനസ്സുകളുടെ സഹായം പ്രതീക്ഷിക്കുകയാണ് രണ്ടംഗ കുടുംബം. ഈ അമ്മ മാത്രം ഒരു മാനും മാത്രം ഇവിടെ താമസിക്കുന്നുള്ളൂ. ഇത് വർഷങ്ങളോളമായി ഇങ്ങനെ ഈ രീതിയിൽ കിടക്കുന്നു. പക്ഷെ ആരും ഒരു ശ്രദ്ധിക്കാത്തൊരവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളിത് നോക്കുകയും ഞങ്ങൾ വേണ്ടപ്പെട്ട ആൾക്കാരോട് സംസാരിച്ചിട്ട്
തൽക്കാലം ഇവർക്ക് ഇത് ഓടുമേനി കൊടുക്കാനുള്ള സംവിധാനം ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം നടത്തും. അതിനുള്ള ഈ നാട്ടുകാരുടെയും മറ്റു സുഹൃത്തുക്കളുടെയും സഹായ സഹകരണങ്ങൾ വേണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അമ്പലപ്പാറ യൂണിറ്റ് ജനറൽ ബോഡി യോഗവും ഭാരവാഹി തെരഞ്ഞെടുപ്പും നടന്നു. അമ്പലപ്പാറ ALP സ്കൂളിൽ നടന്ന യോഗം സമിതി പാലക്കാട് ജില്ലാ സെക്രട്ടറി KA ഹമീദ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി T ഉമ്മർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ EK രാജൻ വരവ് ചെലവ് കണക്ക് വായിച്ചു. ചർച്ചകൾക്ക് ശേഷം റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും യോഗം അംഗീകരിച്ച് പാസാക്കി. SSLC +2 പരീക്ഷകളിൽ വിജയം കൈവരിച്ച മെമ്പർമാരുടെ മക്കളെ ചടങ്ങിൽ അനുമോദിച്ചു. വിജയികൾക്ക് മൊമെന്റോ സമ്മാനിച്ചു. ഒറ്റപ്പാലം മണ്ഡലം കൺവീനർ O അരവിന്ദൻ, അമ്പലപ്പാറ യൂണിറ്റ് രക്ഷാധികാരി KMS മൊയ്തീൻ ഹാജി എന്നിവർ പ്രസംഗിച്ചു. അടുത്ത 2 വർഷത്തേക്കുള്ള ഭാരവാഹികളായി PK ചന്ദ്രശേഖരൻ പ്രസിഡന്റ്, T ഉമ്മർ ജനറൽ സെക്രട്ടറി, EK രാജൻ ട്രഷറർ തുടങ്ങിയവരെ തെരഞ്ഞെടുത്തു. E അബ്ദുൾ ഷുക്കൂർ സ്വാഗതവും PK മുരളി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം. തിരുവില്ലാമല ഗവൺമെന്റ് ഹൈസ്കൂളിലെ 1984 SSLC ബാച്ചിന്റെ നേതൃത്വത്തിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി. ഓർമ്മകളെ കൈവള ചാർത്തി എന്ന ശീർഷകത്തിലായിരുന്നു സംഗമം. തിരുവില്ലാമല ധന റിസോർട്ടിലാണ് സംഗമം സംഘടിപ്പിച്ചത്. സ്കൂൾ കാലഘട്ടത്തിലെ സുന്ദരമായ ഓർമ്മകൾ വീണ്ടെടുക്കുന്നതിനുള്ള വേദിയായി പൂർവ്വ വിദ്യാർത്ഥി സംഗമം മാറി. അറിവ് പകർന്ന ഗുരുനാഥന്മാരെ ബാച്ചിലെ അംഗങ്ങൾ ആദരപൂർവ്വം സ്മരിച്ചു. 1984 SSLC ബാച്ച് അംഗമായ V സുരേഷ് ആമുഖ പ്രഭാഷണം നടത്തി. പഴയകാല വിദ്യാഭ്യാസ രീതികളും നൂതന വിദ്യാഭ്യാസ സമ്പ്രദായവും തമ്മിലുള്ള വ്യത്യാസം സംബന്ധിച്ച് ചർച്ചയും നടന്നു. വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. 1984 SSLC ബാച്ച് വിദ്യാർത്ഥി സംഗമം 4ാമത്തെ സംഘമാണ്. നമ്മുടെ ഗ്രൂപ്പിലെ ചീഫ് അഡ്മിൻ സുരേഷ് പറഞ്ഞതുപോലെ 2015 ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തത്. 2017 മുതൽ ആക്റ്റീവായി. ഇന്നേവരേക്കും പെട്ടെന്ന് റിപ്പോർട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടില്ല. ഈ ക്ലാസ്മേറ്റ് സംഗമത്തോടു കൂടിയിട്ട് ഒരുപാട് വയ്യാത്തവർക്കും പിന്നെ കല്യാണത്തിന് വേണ്ടിയുള്ള സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ സംഗമം. ഇനി ഞങ്ങൾ ഒരുപാട് സാമ്പത്തിക സഹായങ്ങൾ ചെയ്യാനുള്ള ഉദ്ദേശങ്ങളുണ്ട്. 1984 SSLC ബാച്ച് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വിവിധ പ്രവർത്തനങ്ങളെക്കുറിച്ച് CS രാജേഷ് വിശദീകരിച്ചു. ബാച്ചിലെ മറ്റൊരംഗമായ M സെൽവരാജനും സംസാരിച്ചു. ഫോട്ടോ സെഷന് ശേഷമാണ് സംഗമത്തിന് സമാപനമായത്. 2015 രൂപീകരിച്ചതാണ്. ഇത് വളരെ നമ്മുടെ ഒരു ഗെറ്റ് ടുഗദർ, നമ്മളൊരു എന്റർടൈൻമെന്റ്, എല്ലാ സുഹൃത്തുക്കളും ഒന്നിച്ചു കൂടാനുള്ള ഒരു അവസരം എന്നതിലുപരി അതാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ചത്. പക്ഷെ അതിലുപരിയായിട്ട് ഇപ്പോൾ ഞങ്ങൾ ഒരുപാട് പേര് സാമ്പത്തികമായി സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള പല ആളുകളും സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന പല ആളുകളെയും നമ്മൾ സഹായിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ തിരുവില്ലാമല. കോട്ടായി കണ്ടത്താർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ പുതുതായി സ്ഥാപിച്ച വഴിപാട് കൗണ്ടർ കമ്പ്യൂട്ടർവൽക്കരിച്ചു. ക്ഷേത്ര വെബ്സൈറ്റ്, ഓൺലൈൻ വഴിപാട് കൗണ്ടർ കമ്പ്യൂട്ടർവൽക്കരണം എന്നിവയുടെ ഉദ്ഘാടനം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി നിർവഹിച്ചു. ചടങ്ങിൽ ക്ഷേത്രം പാരമ്പര്യ ട്രസ്റ്റി ഒളപ്പമണ്ണമന രവി നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രം തന്ത്രി അണ്ടലാടിമന കുട്ടൻ നമ്പൂതിരി, പഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ്, ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ KK രഘുനാഥ്, പഞ്ചായത്ത് അംഗങ്ങളായ രാധാമോഹൻ, അംബിക, OM രാഗേഷ്, MV മോഹനൻ, ചെമ്പൈ സുരേഷ്, KC വേണുഗോപാൽ, S ഹരിപ്രസാദ് എന്നിവർ സംസാരിച്ചു. ക്ഷേത്രത്തിൽ സോപാന സംഗീതം അവതരിപ്പിച്ച ഇടയ്ക്ക കലാകാരൻ അഭിനന്ദിനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ന്യൂസ് ബ്യൂറോ കോട്ടായി. യൂത്ത് കോൺഗ്രസ് ദേശമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അനുമോദന സദസ്സ് ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ PS ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു. ദേശമംഗലം വായനശാല ഹാളിൽ നടന്ന അനുമോദന സദസ്സിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിഷ്ണു മടത്തിലാത്ത് അധ്യക്ഷനായി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മഹേഷ് വെളുത്തേടത്ത്, KSU ജില്ലാ വൈസ് പ്രസിഡന്റ് KA അലവി, കോൺഗ്രസ് നേതാക്കളായ K പ്രേമൻ, M മഞ്ജുള, വാർഡ് മെമ്പർമാരായ സലാം, സന്ധ്യ, മുസ്തഫ തലശ്ശേരി, ഷറഫുദ്ദീൻ തങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. ജയിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയില്ല. ചില കാരണങ്ങൾ, ഒരു വിഷയം നമുക്ക് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് വീണ്ടും എഴുതിയെടുക്കാൻ നമുക്ക് സാധിക്കും. എന്തായാലും 9A+, 10A+ എന്നൊക്കെ പറഞ്ഞാൽ തുല്യമായ ഒരു വിജയമാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് 9A+ കിട്ടിയ കുട്ടികളെയും 10A+ കിട്ടിയ കുട്ടികളെയും ഇവിടെ ഈ വേദിയിൽ വിളിച്ചു വരുത്തിയിരിക്കുന്നത്.
യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ അൻവർ സാജിദ്, മിഥുൻ മാധവ്, അബൂബക്കർ, റഫീഖ്, ഫാരിസ്, റിൻഷാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഡിവൈഎഫ്ഐ ഷൊർണൂർ നായാടിക്കുന്ന് യൂണിറ്റ് വിജയോത്സവം 2024 സംഘടിപ്പിച്ചു. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. SSLC +2 വിജയികളെ ചടങ്ങിൽ അനുമോദിച്ചു. വിജയികൾക്കുള്ള സ്നേഹോപഹാര സമർപ്പണവും എം കെ ജയപ്രകാശ് നിർവഹിച്ചു. ഉപരിപഠനത്തിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പെരിന്തൽമണ്ണ ഗവൺമെൻറ് കോളേജിലെ അധ്യാപിക സുമ കരിയർ ഗൈഡൻസ് ക്ലാസ് എടുത്തു. ഡിവൈഎഫ്ഐ നായാടിക്കുന്ന് യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ശാന്തി കൃഷ്ണ അധ്യക്ഷത വഹിച്ചു. CPM ബ്രാഞ്ച് സെക്രട്ടറി രാജേഷ് പോൾ, ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറി സുജിൻ ദാസ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി അതുൽ ബാബുരാജ് നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മങ്കര മഞ്ഞക്കര വേല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അനുമോദന യോഗം എഴുത്തുകാരൻ AV ശശി നഗരിപ്പുറം ഉദ്ഘാടനം ചെയ്തു. ഇതൊക്കെ നിങ്ങൾക്ക് കുട്ടികളെ അനുമോദിക്കുക, കുട്ടികളെ 10ാം ക്ലാസ്സും +2 ഒക്കെ പഠിച്ച കുട്ടികളെ അനുമോദിക്കുന്ന ചടങ്ങ് നിങ്ങൾക്കൊരു നമ്മൾ ചെറിയ കുറ്റിച്ചെടികൾക്ക് വെള്ളമൊഴിച്ചു കൊടുക്കുന്നത് പോലെയാണ്. ചെടികൾക്ക് വളരാൻ വേണ്ടിയാണ് വെള്ളമൊഴിച്ചു കൊടുക്കുന്നത്. മനുഷ്യരെ കുറിച്ച് പറയുമ്പോൾ പൊതുവെ 3 തരം മനുഷ്യരുണ്ടെന്നാണ് പറയാറ്. ഒരു വിഭാഗം മനുഷ്യരെ വെള്ളാരം കല്ലുകളെ പോലെയാണെന്ന് പറയും. അനുമോദന യോഗത്തിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് പ്രൈസും വിതരണം ചെയ്തു. ചടങ്ങിൽ സിവിൽ സർവീസ് പരീക്ഷയിൽ റാങ്ക് നേടിയ TS റോഷ്നിയെയും ആദരിച്ചു. പരിപാടിയിൽ മങ്കര പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ EP സുരേഷ് അധ്യക്ഷനായി. വേല കമ്മിറ്റി സെക്രട്ടറി CK ചെന്താമരാക്ഷൻ, ചിറ്റൂർ സർക്കാർ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ NS ബ്രിജേഷ്, SV ഹരിദാസൻ, ഡോക്ടർ റോഷ്നി തുടങ്ങിയവർ സംസാരിച്ചു. ശിവദാസ് വെള്ളോലിയുടെ നേതൃത്വത്തിൽ സ്റ്റേജ് ഷോയും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ചെറുതുരുത്തി കേരള കലാമണ്ഡലം ആർട്സ് ഹൈസ്കൂളിലെ മോഹിനിയാട്ടം വിഭാഗം 8ാം ക്ലാസ് പ്രവേശനത്തിന്റെ ഭാഗമായുള്ള പൊതുവിജ്ഞാന പരീക്ഷ നടന്നു. ഈ അധ്യയന വർഷം മുതൽ ആൺകുട്ടികൾക്കും മോഹിനിയാട്ടം വിഭാഗത്തിൽ പ്രവേശനം നൽകുമെന്ന് ഭരണസമിതി അറിയിച്ചിരുന്നെങ്കിലും നടപടി ആയില്ല. കലാമണ്ഡലം ആർട്സ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് പ്രവേശനത്തിന്റെ ഭാഗമായുള്ള പൊതുവിജ്ഞാന പരീക്ഷയിൽ 88ഓളം പെൺകുട്ടികൾ പങ്കെടുത്തു. ഇത്തവണയും കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടത്തിന് ആൺകുട്ടികൾക്ക് പ്രവേശനമില്ല. തിങ്കളാഴ്ച രാവിലെ 11 മണി മുതൽ 1 മണി വരെ കലാമണ്ഡലം ആർട്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കലാമണ്ഡലം അക്കാദമിക് അസിസ്റ്റന്റ് രജിസ്ട്രാർ ഷാജി സാമുവലിന്റെ നേതൃത്വത്തിലാണ് പരീക്ഷ നടന്നത്. ഞായറാഴ്ച വൈകുന്നേരം തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള രക്ഷിതാക്കളും വിദ്യാർത്ഥികളും എത്തിയിരുന്നു. ജില്ലയിൽ നിന്ന് അമ്പലപ്പുഴയിൽ നിന്നും പുറക്കാട് ഗ്രാമത്തിൽ നിന്നും വരുന്നതാണ്. എൻ്റെ കൊച്ചുമോടെ കഴിവ് ഇവിടെ കാണിക്കാനും ഇവിടുത്തെ ഇത് കിട്ടുമെന്നുള്ള ആഗ്രഹത്തിൽ ഞങ്ങൾ വന്നതാണ്. ഇവിടെ സീറ്റ് കിട്ടും എന്നുള്ള ഉറപ്പോടും എൻ്റെ കുഞ്ഞ് നല്ലതുപോലെ പ്രയത്നിച്ച് ഇവിടം വരെ ഞങ്ങൾ വന്ന്. മോഹിനിയാട്ടം വിഭാഗത്തിൽ 8ാം ക്ലാസ്സിൽ 12 വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് പ്രവേശനം നൽകുന്നത്. നേരത്തെ മോഹിനിയാട്ടം കലാകാരൻ RLB രാമകൃഷ്ണൻ കലാമണ്ഡലത്തിൽ നൃത്തം അവതരിപ്പിച്ചപ്പോൾ ആൺകുട്ടികൾക്ക് മോഹിനിയാട്ടത്തിന് പ്രവേശനം നൽകണമെന്ന് കലാമണ്ഡലത്തോട് ആവശ്യപ്പെട്ടിരുന്നു. ഈ വർഷം മുതൽ പ്രവേശനം നൽകുന്ന കാര്യം പരിഗണിക്കാമെന്ന് ഭരണസമിതിയും അറിയിച്ചിരുന്നു. എന്നാൽ പ്രവേശന പരീക്ഷയുടെ ഭാഗമായുള്ള നോട്ടിഫിക്കേഷനിൽ ആൺകുട്ടികൾക്ക് പ്രവേശിക്കാനുള്ള അപേക്ഷ നൽകിയിരുന്നില്ല. ഇതോടെ ആൺകുട്ടികളുടെ മോഹിനിയാട്ടം എന്ന സ്വപ്നം ഈ വർഷവും പൂവണിയില്ല. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ആറങ്ങോട്ടുകര വിദ്യാപോഷിണി വായനശാലയുടെ 81ാമത് വാർഷികാഘോഷവും ആദരിക്കൽ സദസ്സും നടന്നു. പരിപാടി തിരുമറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T സുഹറ ഉദ്ഘാടനം ചെയ്തു. സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അംഗം MK പ്രദീപ് മുഖ്യാതിഥിയായി. വായനശാല പ്രസിഡന്റ് VP സുനീഷ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലയിലെ സർക്കാർ വിദ്യാലയങ്ങളിൽ നിന്നും മികച്ച ഹെഡ് മാസ്റ്ററായി തിരഞ്ഞെടുക്കപ്പെട്ട മൊയ്തീൻകുട്ടി മാസ്റ്റർ, കലാഭവൻ ഫൗണ്ടേഷൻ ഓടപ്പഴം അവാർഡ് നേടിയ കുട്ടൻ വൈലി എന്നിവരെ ആദരിച്ചു. തിരുമറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T സുഹറ, ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം MK പ്രദീപ് എന്നിവർ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. സെക്രട്ടറി KP ജനാർദ്ദനൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അനു വിനോദ്, വാർഡ് മെമ്പർ ഗ്രീഷ്മ അനിൽകുമാർ, നേതൃസമിതി കൺവീനർ K രവിപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. വായനശാലയുടെ ജോയിന്റ് സെക്രട്ടറി C സേതുമാധവൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ എക്സിക്യൂട്ടീവ് അംഗം ബിബിൻ അറങ്ങോട്ടുകര നന്ദി അറിയിച്ചു. തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി. ും
ഓടിക്കൊള്ളും മഹേശ്വരി ഗുണനായി സർവശുഭകാരി ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. പറളി സ്വദേശി 17-കാരൻ കണ്ണന് ഇനി വിമാനം പറത്താം. റയൻ എയർ എന്ന സ്ഥാപനത്തിന്റെ കരുതലിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച് ഇന്ത്യൻ ഏഷ്യൻ റെക്കോർഡുകളിലെത്തിയ പറളി കിണാവല്ലൂർ സ്വദേശിയായ കണ്ണന് തുനീഷ്യയിൽ വിമാനം പറത്താനുള്ള അവസരമാണ് കൈവന്നിരിക്കുന്നത്. തുനീഷ്യയിൽ വിമാനം പറത്തുന്നതിനുള്ള ക്ഷണക്കത്ത് കഴിഞ്ഞ ദിവസമാണ് തൃശൂർ റയൻ എയർ CEO വികാസ് നായർ പറളിയിലെ വീട്ടിൽ നേരിട്ടെത്തി കണ്ണന് സമ്മാനിച്ചത്. തുനീഷ്യയിലെ സൈ ഫ്ലൈയിങ് അക്കാദമിയാണ് കണ്ണന് 1 മണിക്കൂറോളം വിമാനം പറപ്പിക്കാനുള്ള അവസരം ഒരുക്കി നൽകുന്നത്. ഇതോടെ സാക്ഷാത്കരിക്കപ്പെടുന്നത് പൈലറ്റ് ആവണമെന്നുള്ള കണ്ണന്റെ ഏറെ നാളത്തെ ആഗ്രഹമാണ്. ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഞങ്ങൾ അന്വേഷിച്ചു, ബെൻഡാസും ബോംബെ ഒക്കെ നമ്മൾ അന്വേഷിച്ചു. പക്ഷെ അവിടെ തന്നെ കിട്ടുമ്പോൾ എന്താ സ്പെഷ്യലൈസ് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ക്ലാസ്സിൽ വന്നിട്ട് തിയറട്ടിക്കൽ ക്ലാസ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ റയൻ എയറിൽ വന്നിട്ട് സിമുലേറ്റർ വന്നിട്ട് അവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ പറളി കിണാവല്ലൂർ വില്യംകാട് മുകേഷ് സരിത ദമ്പതികളുടെ മകനായ കണ്ണൻ +2 കഴിഞ്ഞതും തൃശൂരിലെ റയൻ എയർ CEOയുമായി കണ്ണനും രക്ഷിതാക്കളും ബന്ധപ്പെടുകയായിരുന്നു. കണ്ണന്റെ അടങ്ങാത്ത ആഗ്രഹമറിയിച്ചപ്പോൾ വീട്ടിലെ സാമ്പത്തിക സ്ഥിതി കൂടി മനസ്സിലാക്കിയ റയൻ അധികൃതർ സൗജന്യമായി പരിശീലനം നൽകുകയായിരുന്നു. ലക്ഷങ്ങൾ ചിലവ് വരുന്ന ഗ്രൗണ്ടിംഗ് പരിശീലനമാണ് കണ്ണന് ഇവിടെ നിന്ന് സൗജന്യമായി ലഭിച്ചത്. അപ്പോൾ ചെറുപ്പം മുതലേ എനിക്ക് ഷൂട്ടിങ്ങും ഹോഴ്സ് റൈഡിങ് പിന്നെ മാർഷൽ ആർട്സ് പൈലറ്റ് ട്രെയിനിങ് അങ്ങനെ കുറേ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഷൂട്ടിങ് ചെയ്തു, പൈലറ്റ് ട്രെയിനിങ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണു, ഹോഴ്സ് റൈഡിങ് ചെയ്യാനുണ്ട്. അങ്ങനെ പൈലറ്റ് ട്രെയിനിങ് ഇപ്പോൾ കണ്ടിന്യൂ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ പൈലറ്റ് ട്രെയിനിങ്ങിന് ഞാൻ തൃശ്ശൂർ റയാൻ എയറിലാണ് പോണത്. അപ്പോൾ അവിടെ റയാൻ എയറിലെ ക്യാപ്റ്റൻ വികാസ് സാറാണ് സിമുലേറ്റർ ഇൻസ്ട്രക്ടർ, ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടറായിട്ട് അവിടെ ചെയ്യുന്നത്. തൃശ്ശൂരിലെ പ്ലെയിങ് സ്കൂളിൽ 4 മാസത്തെ ഗ്രൗണ്ടിംഗ് പരിശീലനം പൂർത്തിയാക്കുന്നതിനിടെയാണ് തുനീഷ്യയിലേക്ക് കണ്ണന് ക്ഷണം ലഭിച്ചത്. തൃശൂർ റയൻ എയർ CEO വികാസ് നായർ മുഖേനയാണ് തുനീഷ്യയിലെ അക്കാദമിയുമായി ബന്ധപ്പെട്ടതും. 12th സ്റ്റാൻഡേർഡ് എക്സാം കഴിഞ്ഞ അതേ ദിവസം അതേ യൂണിഫോമിൽ ഞങ്ങളെ കാണാൻ വന്ന ദിവസം തന്നെ ഞങ്ങളുടെ ചെറിയൊരു സിമുലേറ്റർ പരിശീലനം നമ്മളൊന്ന് പറഞ്ഞു, ഇങ്ങനെ ചെയ്യണം. ആൾ പറത്തി നോക്കി. അപ്പോൾ അതിനെക്കുറിച്ച് പിന്നെ കുറേ ആളുടെ വീട്ടുകാരുടെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു. അത് കണ്ടിട്ട് ഞങ്ങൾ അയച്ചു കൊടുത്തു ട്യൂണീഷ്യയിലെ സ്കൂളിൽ. പറഞ്ഞു ഇതേപോലെ കുറേ റെക്കോർഡ് ഹോൾഡ് ചെയ്യുന്ന കുട്ടിയാണ്, പൈലറ്റ് ആവാൻ ആഗ്രഹിക്കുന്നു. പിന്നെ അതുപോലെ മാത്രമല്ല 17 വയസ്സേ ഉള്ളൂ. സോ 18ാമത്തെ വയസ്സിൽ പൈലറ്റ് ആയിരിക്കണം. വരും ദിവസങ്ങളിൽ കണ്ണൻ തുനീഷ്യയിലേക്ക് പറക്കും. അവിടെ 1 മണിക്കൂറോളം മറ്റൊരു ക്യാപ്റ്റനൊപ്പം ഇരുന്ന് കണ്ണന് വിമാനം നിയന്ത്രിക്കാം. 13ാം വയസ്സിൽ തന്നെ തോക്ക് കൈവശം വയ്ക്കാനുള്ള ലൈസൻസ് ലഭിച്ചിട്ടുണ്ട്. ഹോഴ്സ് റൈസർ കൂടിയായ കണ്ണന് കുംഫുവിൽ ബ്ലാക്ക് ബെൽറ്റുമുണ്ട്. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. തഴൂർ ഗെയിംസ് ഫെസ്റ്റ് 2024 പുത്തനൂർ ഗ്രാമപഞ്ചായത്ത് ഫുട്ബോൾ ടീം ജേതാക്കൾ. വിജയികൾക്കുള്ള വിന്നേഴ്സ് ട്രോഫി PP സുമോദ് MLA വിതരണം ചെയ്തു. പെരിങ്ങോട്ടുകുശി സർക്കാർ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന പരിപാടിയിൽ പെരിങ്ങോട്ടുകുശി പഞ്ചായത്ത് പ്രസിഡന്റ് KM കേരളകുമാരി, കുത്തന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PT സഹദേവൻ, കോട്ടായി പഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ്, തരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രമണി, വടക്കഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് DC സുരേഷ്, പഞ്ചായത്ത് അംഗങ്ങളായ രാജകൃഷ്ണൻ, ER രാമദാസ്, KM പ്രമോദ്, അൻസാർ കാസിം, മറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഫൈനൽ മത്സരത്തിൽ കുത്തന്നൂർ ടീമും വടക്കഞ്ചേരി ടീമും തമ്മിലായിരുന്നു മത്സരം. ന്യൂസ് ബ്യൂറോ കോട്ടായി. മുണ്ടൂർ കൃഷ്ണൻകുട്ടി സ്മാരക അവാർഡ് കഥാകൃത്ത് മാനസിക്ക്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ നൊമ്പരവും സ്ത്രീപക്ഷ ചിന്തകളുമാണ് മാനസിയുടെ കഥകളിലെ പ്രമേയമെന്ന് മുണ്ടൂർ കൃഷ്ണൻകുട്ടി സ്മാരക ട്രസ്റ്റ് ചെയർമാൻ S ശെൽവരാജൻ പാലക്കാട് വാർത്താസമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി. 25,000 രൂപയും പ്രശസ്തിപത്രവും അടങ്ങുന്ന അവാർഡ് ജൂൺ 9 നടക്കുന്ന മുണ്ടൂർ കൃഷ്ണൻകുട്ടി അനുസ്മരണ സമ്മേളനത്തിൽ സമ്മാനിക്കും. മഞ്ഞില പക്ഷി, അവസാനമില്ലാത്ത യാത്രകൾ, ഇടിവാളിൻ്റെ തേങ്ങൽ, വെളിച്ചത്തിൻ്റെ താളം എന്നിവയാണ് മാനസിയുടെ പ്രധാന കൃതികൾ. മാനസിയുടെ കൃതികൾ മലയാളത്തിനു പുറമെ ഇംഗ്ലീഷ്, കന്നഡ, മറാത്തി ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. CP ചിത്രഭാനു ചെയർമാനായ സമിതിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തതെന്ന് സെൽവരാജൻ പറഞ്ഞു.
മഞ്ഞിലെ പക്ഷി, അവസാനമില്ലാത്ത യാത്രകൾ, ഇടിവാളിന്റെ തേങ്ങൽ, വെയിലിന്റെ താളം, വെളിച്ചത്തിന്റെ താളം, സമ്പൂർണ്ണ കഥകൾ എന്നിവയാണ് മാനസിയുടെ പ്രധാന കൃതികൾ. മാനസിയുടെ കഥകൾ ഇംഗ്ലീഷ്, മറാത്തി, കന്നഡ എന്നീ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. സ്ത്രീകൾ നേരിടുന്ന സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങളും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ അവസ്ഥകളുമാണ് മാനസിയുടെ കഥകളിലെ പ്രധാന പ്രമേയം. ട്രസ്റ്റ് അംഗങ്ങളായ എം കാസിം, എം സദാനന്ദൻ, വി പി ശശികുമാർ, പി രഘുനാഥ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പട്ടാമ്പി വാവനൂർ ശ്രീപതി എഞ്ചിനീയറിംഗ് കോളേജിന് NBA അക്രഡിറ്റേഷൻ ലഭിച്ചതായി കോളേജ് അധികൃതർ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മികച്ച തൊഴിൽ അവസരങ്ങൾ ലഭിക്കാനുതകുന്ന VLSI, അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്നീ കോഴ്സുകളും 2024-25 അധ്യയന വർഷം മുതൽ ആരംഭിക്കുമെന്നും അധികൃതർ പറഞ്ഞു. വാവനൂരിൽ NAC B++ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന ശ്രീപതി എഞ്ചിനീയറിംഗ് കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് 2027 അധ്യയന വർഷം വരെ ദേശീയ അക്രഡിറ്റേഷൻ ലഭിച്ചു. കേന്ദ്ര ഏജൻസിയായ NBA-യിൽ നിന്നുള്ള അക്കാദമിക് മേഖലയിലെ വിദഗ്ധ സംഘമാണ് പരിശോധന നടത്തിയത്. വിദ്യാർത്ഥികളുടെ വിവിധ മേഖലയിലുള്ള പ്രാഗൽഭ്യം വർദ്ധിപ്പിക്കുന്നതിനുതകുന്ന പ്രവർത്തനങ്ങൾ, അധ്യയന മികവ്, അടിസ്ഥാന സൗകര്യങ്ങൾ, സാങ്കേതിക മേഖലകളിലുള്ള ഗവേഷണ പ്രവർത്തനങ്ങൾ, വിദ്യാർത്ഥികളുടെ പ്ലേസ്മെൻറ്റ് മുതലായ കാര്യങ്ങൾ വിലയിരുത്തിയാണ് അക്രഡിറ്റേഷൻ ലഭിച്ചത്. കൂടാതെ ഭാവിയിൽ മികച്ച തൊഴിലവസരങ്ങൾ ലഭിക്കാനുതകുന്ന VLSI, അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്നീ കോഴ്സുകളും 2024-25 അധ്യയന വർഷം മുതൽ ശ്രീപതിയിൽ ആരംഭിക്കും. ഇതോടൊപ്പം 2022 മുതൽ തുടർന്നുവരുന്ന സൗജന്യ വിദ്യാഭ്യാസ പദ്ധതി ഈ വർഷവും അനുവദിച്ചിട്ടുള്ളതായും കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ SP സുബ്രഹ്മണ്യൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോളേജിന് ഈ അടുത്ത കാലത്ത് കിട്ടിയ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് NAC അക്രഡിറ്റേഷൻ, അതുപോലെ രണ്ട് NBA അക്രഡിറ്റേഷൻ. അതിൽ ഏറ്റവും അവസാനമായിട്ടുള്ളത് NBA അക്രഡിറ്റേഷൻ, നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ ഏജൻസി, ഗവൺമെൻറ് കീഴിലുള്ള AICTയുടെ കീഴിലുള്ള എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് പ്രത്യേകമായി നൽകി വരുന്ന ഒരു അക്രഡിറ്റേഷൻ സ്റ്റാറ്റസാണ് NBA. അപ്പോൾ ശ്രീപതി കോളേജിന് 2027 അധ്യയന വർഷം വരെ ഈ NBA അക്രഡിറ്റേഷൻ ഈ അടുത്ത കാലത്ത് ലഭിക്കുകയുണ്ടായി. ജൂൺ 5 മുതൽ 10 തീയതി വരെ നടക്കുന്ന കീം CBT 2024 അംഗീകൃത സെൻ്ററായ ശ്രീപതിയിൽ പ്രവേശന പരീക്ഷയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് വിദഗ്ധ നിർദ്ദേശങ്ങൾ നൽകുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ടെന്നും കോളേജ് അധികൃതർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ SP സുബ്രഹ്മണ്യൻ, ഡോക്ടർ സാഗർ M നാരായണൻ, പ്രൊഫസർ M സുഷമ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒറ്റപ്പാലത്ത് സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ സമരത്തിൽ വലഞ്ഞ ജനം. പ്രതിഷേധം. യാർഡിന് അഭിമുഖമായി നിർത്തിയിരുന്ന ബസ്സുകൾ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന് അഭിമുഖമായി പാർക്ക് ചെയ്യണമെന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ തീരുമാനത്തിനെതിരെ പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ട്രാഫിക് കമ്മിറ്റിയുടെ തീരുമാനത്തിൽ നിന്ന് പിറകോട്ട് പോകില്ലെന്ന് നഗരസഭാ ചെയർപേഴ്സൺ. മിന്നൽ പണിമുടക്കുമായി ബന്ധപ്പെട്ട് ബസ് ഉടമകൾക്ക് മോട്ടോർ വാഹന വകുപ്പിന്റെ കാരണം കാണിക്കൽ നോട്ടീസ്. പട്ടാമ്പി പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ കർഷക ശാസ്ത്രജ്ഞ മുഖാമുഖം പരിപാടി. കാർഷിക മേഖലയിലെ പ്രതിസന്ധി മറികടക്കാൻ ഒറ്റക്കെട്ടായി മുന്നേറണമെന്ന് RARS മേധാവി ഡോക്ടർ P രാജി. കൃഷി വിജ്ഞാന കേന്ദ്രം ഗോൾഡൻ ജൂബിലി ആഘോഷത്തിന്റെ ദീപശിഖാ പ്രയാണത്തിന് പട്ടാമ്പിയിൽ സ്വീകരണം. കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ മലമ്പുഴയിൽ റോഡുകളുടെ തകർച്ച സഞ്ചാരികളുടെ ജീവന് ഭീഷണിയാകുന്നു. സ്നേക് പാർക്കിന് സമീപം വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ വെട്ടിപ്പൊളിച്ച പാത പൂർവ്വസ്ഥിതിയിലാക്കിയില്ല. പ്രതിഷേധവുമായി കോൺഗ്രസ്. റോഡിൽ വാഴ നട്ടും ശയനപ്രദക്ഷിണം നടത്തിയും പ്രവർത്തകരുടെ പ്രതിഷേധം. കോട്ടായിയിൽ അപകട ഭീഷണിയായി പാതയിലെ വൻ ഗർത്തം. പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ഉജ്ജ്വലമായ ഓർമ്മകൾക്ക് മുന്നിൽ രാജ്യത്തിന്റെ ഹൃദയാഞ്ജലി. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ 60ാം ചരമവാർഷികം ആചരിച്ചു. NCP നേതൃത്വത്തിൽ പാലക്കാട്ട് അനുസ്മരണ യോഗം. നെഹ്റുവിന്റെ ആശയങ്ങൾക്ക് ആധുനിക ഇന്ത്യയിൽ പ്രസക്തി വർദ്ധിച്ചിരിക്കുകയാണെന്ന് NCP ജില്ലാ പ്രസിഡന്റ് A രാമസ്വാമി. ഇരിങ്ങാലക്കുട മാപ്രാണത്ത് പള്ളിയിൽ നിന്ന് മടങ്ങും വഴി നിർത്തിയിട്ടിരുന്ന ടോറസ് ലോറിക്ക് പിറകിൽ സ്കൂട്ടറിടിച്ച് ഗൃഹനാഥൻ മരിച്ചു. അപകടത്തിൽ 2 കുട്ടികൾക്ക് പരിക്ക്. പഴയന്നൂർ ചീരക്കുഴി ഡാമിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് പഴമ്പാലക്കോട് തെക്കുമുറി സ്വദേശി 32 വയസ്സുള്ള ഹസൻ. കുന്നംകുളം ചൂണ്ടൽ പന്നിശ്ശേരിയിൽ ക്വാറിയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. സാബിറയുടെ കുടുംബം ഇനി സ്നേഹവീടിന്റെ തണലിൽ. കേരള NGO യൂണിയൻ വാണിയംകുളം കോതിയൂരിൽ നിർമ്മിച്ച സ്നേഹവീടിന്റെ താക്കോൽ കുടുംബത്തിന് കൈമാറി. യൂണിയന്റെ പ്രവർത്തനം മാതൃകാപരമെന്ന P മമ്മിക്കുട്ടി MLA. മംഗല ചെമ്മുകയിൽ മഴയിൽ തകർന്ന വീട്ടിൽ ഭീതിയോടെ ഒരു കുടുംബം. അധികൃതരുടെ കനിവ് കാത്ത് വയോധികയും 8ാം ക്ലാസ്സുകാരനായ കൊച്ചുമകനും.
SSLC +2 ജേതാക്കൾക്ക് പ്രോത്സാഹനവുമായി അനുമോദന സദസ്സുകൾ. ദേശമംഗലത്ത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിജയികൾക്ക് അനുമോദനം. ഷൊർണൂരിൽ ഡിവൈഎഫ്ഐ നായാടിക്കുന്ന് യൂണിറ്റിന്റെ വിജയോത്സവം. അനുമോദനത്തോടനുബന്ധിച്ച് തുടർ പഠന മാർഗനിർദ്ദേശവുമായി പ്രത്യേക ക്ലാസുകളും. മങ്കര മഞ്ഞക്കര വേല കമ്മിറ്റിയും SSLC +2 ജേതാക്കളെ അനുമോദിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.